ഹലോ ഫ്രണ്ട്സ്. ആദമിനെയും ഹവ്വായെയും കൊല്ലുവാൻ ശ്രമിക്കുന്ന സാത്താനെ ലോർഡ് ഓടിച്ചു വിട്ടുവെങ്കിലും അവൻ വീണ്ടും അവർ താമസിക്കുന്ന ഗുഹയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നതാണ് കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനം നാം കണ്ടത്. എന്തിനാണ് സാത്താൻ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്നാൽ ആദം പുറത്തു വന്ന് സാത്താന്റെ വിചിത്രമായ രൂപം കണ്ട് ഭയന്നവൻ ചോദിച്ചു, ആരാണ് നീ? അപ്പോൾ സാത്താൻ പറഞ്ഞു, സർപ്പത്തിനുള്ളിൽ ഒളിച്ചിരുന്നതും ഹവ്വായോട് സംസാരിച്ചതും അവൾ എൻ്റെ കൽപ്പന കേൾക്കുന്നത് വരെ അവളെ വഞ്ചിച്ചതും ഞാൻ തന്നെയാണ്. നീയും അവളും വൃക്ഷത്തിന്റെ ഫലം തിന്നുകയും ദൈവത്തിന്റെ കൽപ്പനയിൽ നിന്ന് നീ പുറത്തു വരികയും ചെയ്യുന്നത് വരെ എൻ്റെ സംസാര തന്ത്രങ്ങളിലൂടെ നിന്നെ വഞ്ചിക്കുവാൻ അവളെ അയച്ചത് ഞാനാണ്. ആദാം ഈ വാക്കുകൾ കേട്ടപ്പോൾ അവനോട് ചോദിച്ചു, ദൈവം എനിക്കായി ഉണ്ടാക്കിയതുപോലെ ഒരു പൂന്തോട്ടം ഉണ്ടാക്കി തരുവാൻ നിനക്ക് കഴിയുമോ? അല്ലെങ്കിൽ ദൈവം എന്നെ ഉടുപ്പിച്ച അതേ ശോഭയുള്ള പ്രകൃതിയിൽ എന്നെ ഉടുപ്പിക്കുവാൻ നിനക്ക് കഴിയുമോ? എനിക്ക് നൽകുമെന്ന് നീ വാഗ്ദാനം ചെയ്ത ആ ദിവ്യ സ്വഭാവം എവിടെ? ഞങ്ങൾ തോട്ടത്തിലായിരുന്നപ്പോൾ നീ ആദ്യം ഞങ്ങളോടൊപ്പം പാലിച്ചിരുന്ന നിന്റെ സുന്ദരമായ സംസാരം എവിടെ? അപ്പോൾ സാത്താൻ ആദമിനോട് പറഞ്ഞു, ഞാൻ ഒരുവനോട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അവനെ എപ്പോഴെങ്കിലും എത്തിക്കുമെന്നോ എൻ്റെ വാക്ക് നിറവേറ്റുമെന്നോ നീ കരുതുന്നുണ്ടോ? എങ്കിൽ അങ്ങനെയല്ല. കാരണം ഞാൻ ചോദിച്ചത് എനിക്ക് ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ വീണത്. ഞാൻ വീണതിനാൽ നിങ്ങളെ ഞാനും വീഴിച്ചു. അങ്ങനെ നിങ്ങളോടൊപ്പം എൻ്റെ ഉപദേശം കൈക്കൊള്ളുന്ന ഏവനും വീഴുന്നു. എന്നാൽ ആദമേ, നിന്റെ വീഴ്ച നിമിത്തം ഇപ്പോൾ നീ എൻ്റെ അധികാരത്തിന് കീഴിലാണ്. നീ എൻ്റെ വാക്ക് കേട്ട് നിന്റെ ദൈവത്തിനെതിരെ അതിക്രമം ചെയ്തിരിക്കുന്നതിനാൽ ഞാൻ നിന്റെ രാജാവുമാകുന്നു. നിന്റെ ദൈവം നിന്നോട് വാഗ്ദാനം ചെയ്ത ദിവസം വരെ എൻ്റെ കൈകളിൽ നിന്ന് നിനക്കൊരു വിടുതലും ഉണ്ടാകുകയില്ല. അവൻ പിന്നെയും പറഞ്ഞു, നിന്റെ ദൈവം നിന്നോട് സംബന്ധിച്ച ദിവസമോ നിന്നെ വിടുവിക്കുന്ന നാഴികയോ ഞങ്ങൾക്കറിയാത്തതിനാൽ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും ഞങ്ങളുടെ യുദ്ധവും കൊലയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്വർഗത്തിലെ പദവികൾ അവകാശമാക്കാൻ മനുഷ്യപുത്രന്മാരിൽ ഒരാളെ പോലും അവശേഷിപ്പിക്കരുത് എന്നതാണ് ഞങ്ങളുടെ നിശ്ചയവും ഞങ്ങളുടെ സന്തോഷവും. ഓ ആദമേ, ഞങ്ങളുടെ വാസം എരിയുന്ന തീയിലാണ്. ഞങ്ങൾ ഞങ്ങളുടെ ദുഷ്ടത നിർത്തുകയില്ല. ഇല്ല, ഒരു ദിവസമോ ഒരു മണിക്കൂറോ ആകട്ടെ ഞങ്ങൾ നിർത്തുകയില്ല. ഓ ആദമേ, നീ ഗുഹയിൽ വസിക്കുവാൻ വരുമ്പോൾ ഞാൻ നിന്റെ മേൽ തീ വിതറും. ഈ വാക്കുകൾ കേട്ടപ്പോൾ ആദം ദുഃഖിച്ചു കരഞ്ഞുകൊണ്ട് ഹവ്വായോട് പറഞ്ഞു, തോട്ടത്തിൽ നിന്നോട് പറഞ്ഞതൊന്നും അവൻ നിവർത്തിക്കുകയില്ല എന്നവൻ പറഞ്ഞത് നീ കേട്ടോ? അപ്പോൾ അവൻ ശരിക്കും നമ്മുടെ രാജാവായി തീർന്നോ? നമ്മെ സൃഷ്ടിച്ച ദൈവത്തോട് അവന്റെ കൈകളിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ നമുക്ക് അപേക്ഷിക്കാം. അധ്യായം 58. പിന്നെ ആദാമും ഹവ്വായും ദൈവത്തിങ്കലേക്ക് കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചപേക്ഷിച്ചതെന്തെന്നാൽ, സാത്താൻ അവരെ ആക്രമിക്കാതിരിക്കുവാനും ദൈവത്തെ നിഷേധിക്കാൻ അവരെ നിർബന്ധിക്കാതിരിക്കുവാനുമായി സാത്താനെ അവരിൽ നിന്നും വളരെ ദൂരെ പുറന്തള്ളണമെന്നായിരുന്നു. ദൈവം ഉടൻ തന്നെ തൻ്റെ ദൂതനെ അവരുടെ അടുക്കൽ അയച്ചു. അവൻ സാത്താനെ അവരിൽ നിന്നും അകറ്റി പുറത്താക്കി. അവർ തോട്ടത്തിൽ നിന്ന് പുറത്തു വന്നതിൻ്റെ 53-ാം ദിവസം സൂര്യാസ്തമനത്തോടെ ഇത് സംഭവിച്ചു. പിന്നെ ആദമും ഹവ്വായും ഗുഹയിൽ കയറി. അവർ പ്രാർത്ഥിക്കുവാനായി എഴുന്നേറ്റ് നിന്ന് ഭൂമിയിലേക്ക് മുഖം താഴ്ത്തി നിന്നു. എന്നാൽ അവർ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ആദം ഹവ്വായോട് പറഞ്ഞു, നോക്കൂ ഹവ്വ,
ഈ നാട്ടിൽ നമുക്ക് എന്തെല്ലാം പ്രലോഭനങ്ങൾ നേരിടേണ്ടി വന്നുവെന്ന് നീ കണ്ടുവല്ലോ. വരൂ, എഴുന്നേറ്റ് നമ്മൾ ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അടുത്ത 40-ാം ദിവസം അവസാനിക്കുന്നത് വരെ നമ്മൾ പുറത്തു വരികയില്ല. നമ്മൾ ഇവിടെ മരിച്ചാൽ ദൈവം നമ്മെ രക്ഷിക്കും. പിന്നെ ആദമും ഹവ്വായും എഴുന്നേറ്റ് ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് യാചിച്ചു. അങ്ങനെ അവർ ഗുഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ വസിച്ചു. രാത്രിയോ പകലോ അതിൽ നിന്നവർ പുറത്തു വരാതെ അവരുടെ പ്രാർത്ഥനകൾ അഗ്നിജ്വാല പോലെ അവരുടെ വായിൽ നിന്ന് ഉയരുന്നത് വരെ. അധ്യായം 59. എന്നാൽ എല്ലാ നന്മകളെയും വെറുക്കുന്ന സാത്താൻ അവരുടെ പ്രാർത്ഥന അപ്രകാരം അവസാനിപ്പിക്കുവാൻ അനുവദിച്ചില്ല. അവൻ തൻ്റെ സൈന്യങ്ങളെ വിളിച്ച് അതിൻ പ്രകാരം അവർ എല്ലാവരും എത്തിച്ചേർന്നു. എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു, നമ്മൾ വഞ്ചിച്ച ആദമും ഹവ്വായും രാവും പകലും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും അവരെ വിടുവിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുവാനും ഒരുമിച്ച് സമ്മതിച്ചിരിക്കയാൽ 40-ാം ദിവസത്തിന്റെ അവസാനം വരെ അവർ ഗുഹയിൽ നിന്നും പുറത്തു വരില്ല. അവർ ഇരുവരും ഒത്തുചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിശ്ചയിച്ചത് ഇപ്പോഴും തുടരുന്നതിനാൽ അവൻ അവരെ നമ്മുടെ കൈകളിൽ നിന്ന് വിടുവിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരും. നാം അവരോട് എന്താണ് ചെയ്യുവാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണൂ. അവൻ്റെ സൈന്യങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങളുടെ നാഥ, അങ്ങ് ഉദ്ദേശിക്കുന്നത് ചെയ്യുവാനുള്ള ശക്തി അങ്ങേക്കുണ്ട്. പിന്നെ ദുഷ്ടതയിൽ മഹാനായ സാത്താൻ തൻ്റെ സൈന്യങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ആദാമിൻ്റെയും ഹവ്വയുടെയും ലക്ഷ്യമായ 41-ാം പകലിൻ്റെ 30-ാം രാത്രിയിൽ ഗുഹയിൽ പ്രവേശിച്ചു. അവൻ ആദാമിനെ ഹവ്വായെ മരിക്കുന്നത് വരെ അടിച്ചു. അനന്തരം ദൈവവചനം വന്നു. അവൻ അവരെ ആ കഷ്ടതയിൽ നിന്ന് ഉയർപ്പിച്ചു. ദൈവം ആദമിനോട്, ധൈര്യമായിരിക്കുവീൻ, നിന്റെ അടുക്കൽ വന്ന് അവനെ നീ ഭയപ്പെടരുത് എന്ന് കൽപ്പിച്ചു. എന്നാൽ ആദം കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഓ എൻ്റെ ദൈവമേ, അങ്ങ് എവിടെയായിരുന്നു? അവർ എന്നെ ഇത്രയധികം അടിക്കുവാൻ ഈ കഷ്ടപ്പാട് ഞങ്ങളുടെ മേൽ, എൻ്റെയും നിന്റെ ദാസിയായ ഹവ്വയുടെയും മേൽ വരുവാൻ തക്കവണ്ണം. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഓ നോക്കൂ ആദം, നിനക്ക് ദിവ്യത്വം നൽകുമെന്ന് പറഞ്ഞവൻ, അവൻ നിന്റെ എല്ലാറ്റിൻ്റെയും നാഥനും യജമാനനുമാണ്. നിന്നോടുള്ള അവൻ്റെ സ്നേഹവും അവൻ നിനക്ക് വാഗ്ദാനം ചെയ്ത സമ്മാനവും എവിടെ? ഓ ആദമേ, നിന്റെ അടുക്കൽ വരുവാനും നിന്നെ ആശ്വസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും നിന്നോടൊപ്പം സന്തോഷിക്കാനും നിന്നെ കാക്കാൻ തൻ്റെ സൈന്യങ്ങളെ അയക്കുവാനും ഒരിക്കൽ അവൻ ഇഷ്ടപ്പെട്ടിരുന്നുവല്ലോ. നീ അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ ഉപദേശത്തിന് വഴങ്ങി എൻ്റെ കൽപ്പന ലംഘിച്ച് അവൻ്റെ കൽപ്പന അനുസരിച്ചതിനാൽ. അപ്പോൾ ആദം ലോഡിൻ്റെ മുമ്പാകെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഓ ലോഡ്, ഞാൻ അല്പം പാപം ചെയ്തതിനാൽ അതിനു പകരമായി അങ്ങെന്നെ കഠിനമായി പീഡിപ്പിച്ചു. അവൻ്റെ കൈകളിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ എന്നോട് കരുണ കാണിച്ച് ഈ അന്യദേശത്ത് ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ എടുക്കണമേ. അപ്പോൾ ദൈവം ആദാമിനോട് പറഞ്ഞു, നീ പാപം ചെയ്യുന്നതിന് മുമ്പ് ഈ നെടുവീർപ്പും പ്രാർത്ഥനയും ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്ന് നിനക്ക് വിശ്രമം ലഭിക്കുമായിരുന്നു. എന്നാൽ ദൈവം ആദമിനോട് ക്ഷമ കാണിച്ചു. 40 ദിവസം തികയുന്നത് വരെ അവനെയും ഹവ്വയെയും ഗുഹയിൽ തന്നെ തുടരുവാൻ അനുവദിച്ചു. എന്നാൽ ആദമിനെയും ഹവ്വയെയും സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപവാസം, പ്രാർത്ഥന, വിശപ്പ്, ദാഹം ഇവയാൽ അവരുടെ ശക്തി ക്ഷയിക്കുകയും ശരീരം വാടിപ്പോവുകയും ചെയ്തിരുന്നു. കാരണം അവർ തോട്ടം വിട്ടതിന് ശേഷം ഭക്ഷണമോ പാനീയമോ ആസ്വദിക്കുകയോ അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇതുവരെ സ്ഥിരമാക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. വിശപ്പിനാൽ അടുത്ത ദിവസം വരെ അല്ലാതെ
40 ദിവസം വരെ പ്രാർത്ഥന തുടർന്നു കൊണ്ടുപോകുവാൻ അവർക്ക് ബലമുണ്ടായിരുന്നില്ല. ഗുഹയിൽ അവർ വീണുപോയെങ്കിലും അവരുടെ വായിൽ നിന്നും വന്ന വാക്കുകൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ളതായിരുന്നു. അധ്യായം 60. 89 ദിവസം വെളിച്ചത്തിന്റെ ഒരു വസ്ത്രം ധരിച്ച് തിളങ്ങുന്ന ഒരു കച്ച കെട്ടി സാത്താൻ വീണ്ടും ഗുഹയിൽ വന്നു. അവന്റെ കൈകളിൽ ഒരു പ്രകാശ വടിയുണ്ടായിരുന്നു. അവൻ ഏറ്റവും ഭയങ്കരനായി കാണപ്പെട്ടു. പക്ഷെ അവന്റെ മുഖം പ്രസന്നവും സംസാരം മധുരവും ഉള്ളതായിരുന്നു. ആദാമിനെയും ഹവ്വായെയും വഞ്ചിക്കുവാനായി 40 ദിവസം തികയുന്നതിന് മുമ്പ് അവരെ ഗുഹയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിനായി അവൻ അങ്ങനെ സ്വയം രൂപാന്തരപ്പെട്ടു. അവൻ മനസ്സിൽ പറഞ്ഞു, അവർ 40 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും പൂർത്തിയാക്കിയാൽ ദൈവം അവരെ പഴയ അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരുമായിരുന്നു. ദൈവം അങ്ങനെ ചെയ്തില്ലെങ്കിൽ തന്നെ അവർക്ക് അനുകൂലമായി നിലകൊള്ളുമായിരുന്നു. അതല്ല, ദൈവം അവരോട് കരുണ കാണിച്ചില്ലെങ്കിൽ പോലും അവർക്ക് ആശ്വാസത്തിനായി മുമ്പ് 2 തവണ കൊടുത്തതുപോലെ തോട്ടത്തിൽ നിന്നും എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. പിന്നീട് സാത്താൻ ആ സുന്ദര രൂപത്തിൽ ഗുഹയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഓ ആദമേ, എഴുന്നേൽക്കൂ, നീയും ഹവ്വായും എന്നോടൊപ്പം ഒരു നല്ല ദേശത്തേക്ക് വരൂ. ഭയപ്പെടേണ്ട, ഞാനും നിങ്ങളെപ്പോലെ മാംസവും അസ്ഥിയുമാണ്. ആദ്യം ദൈവം സൃഷ്ടിച്ച ഒരു സൃഷ്ടി തന്നെയായിരുന്നു ഞാനും. അതിങ്ങനെയായിരുന്നു, അവൻ എന്നെ സൃഷ്ടിച്ചപ്പോൾ ലോകത്തിന്റെ അതിർത്തിയിൽ വടക്കുഭാഗത്തുള്ള ഒരു ഉദ്യാനത്തിൽ എന്നെയാക്കി. അവൻ എന്നോട് പറഞ്ഞു, ഇവിടെ താമസിക്കുക. അവന്റെ വചനമനുസരിച്ച് ഞാൻ അവിടെ താമസിച്ചു. അവന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. അനന്തരം അവൻ എന്നെ ഒരു ഉറക്കത്തിലേക്ക് തള്ളിവിട്ടു. ഓ ആദമേ, നിന്നെ എൻ്റെ ഒരു വശത്തു നിന്നും പുറത്തു കൊണ്ടുവന്നു, പക്ഷെ നിന്നെ എന്നോടൊപ്പം താമസിപ്പിച്ചില്ല. എന്നാൽ ദൈവം നിന്നെ അവന്റെ ദിവ്യ കരങ്ങളിൽ എടുത്ത് കിഴക്കുള്ള ഒരു ഉദ്യാനത്തിലാക്കി. എൻ്റെ അരികിൽ നിന്നും എടുത്ത നിന്നെ എൻ്റെ കൂടെ താമസിപ്പിക്കാത്തതിനാൽ ഞാൻ ദുഃഖിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ വശത്തു നിന്നും എടുത്ത ആദമിനെ ചൊല്ലി നീ ദുഃഖിക്കേണ്ട. അവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഇപ്പോൾ ഞാൻ അവനൊരു തുണയെ അവന്റെ വശത്തു നിന്നും പുറത്തെടുത്തിരിക്കുന്നു. അങ്ങനെ ചെയ്ത് ഞാൻ അവനെ സന്തോഷിപ്പിച്ചിരിക്കുന്നു. പിന്നെയും സാത്താൻ പറഞ്ഞു, നിങ്ങൾ ഈ ഗുഹയിൽ എങ്ങനെ എത്തിയെന്നോ? നിങ്ങൾക്ക് വന്ന ഈ പരീക്ഷണത്തെക്കുറിച്ചോ എനിക്കറിയില്ലായിരുന്നു. ദൈവം എന്നോട് ഇങ്ങനെ പറയുന്നത് വരെ, ഇതാ ഞാൻ നിന്റെ അരികിൽ നിന്ന് എടുത്ത ആദമും അവന്റെ അരികിൽ നിന്ന് ഞാൻ എടുത്ത ഹവ്വായും കുറ്റം ചെയ്തിരിക്കുന്നു. ഞാൻ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. അവർ പിശാചിന്റെ വാക്ക് കേട്ട് എന്നെ ലംഘിച്ചതിനാൽ ഞാൻ അവരെ ദുഃഖവും വ്യസനവും നിറഞ്ഞ നാട്ടിൽ വസിപ്പിച്ചിരിക്കുന്നു. ഇതാ ഈ 80 ദിവസം വരെ അവർ കഷ്ടതയിലാണ്. ദൈവം എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് അവരെ നിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവരിക. സാത്താൻ അവരുടെ അടുത്തേക്ക് വന്ന് അവരെ പീഡിപ്പിക്കാൻ അനുവദിക്കരുത്. എന്തെന്നാൽ അവർ ഇപ്പോൾ വലിയ ദുരിതത്തിലാണ്. വിശപ്പ് കൊണ്ട് നിസ്സഹായരായി കിടക്കുന്ന അവൻ വീണ്ടും എന്നോട് പറഞ്ഞു, നീ അവരെ നിന്റെ അടുക്കലേക്ക് എടുത്തു കഴിയുമ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം അവർക്ക് തിന്നാൻ കൊടുക്കുക. സമാധാനത്തിന്റെ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കുക. അവരെ പ്രകാശത്തിന്റെ വസ്ത്രം ധരിപ്പിക്കുക. കൃപയുടെ പഴയ അവസ്ഥയിലേക്ക് അവരെ തിരികെ കൊണ്ടുവരിക. അവരെ ദുരിതത്തിൽ വിടരുത്. കാരണം അവൻ നിന്നിൽ നിന്നാണ് വന്നത്. എന്നാൽ അവരെ ഓർത്ത് ദുഃഖിക്കരുത്. അവർക്ക് ഭവിച്ചതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും വേണ്ട. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഓ എൻ്റെ കുഞ്ഞേ, നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ അത് ക്ഷമയോട് സഹിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഓ ആദം, സാത്താൻ്റെ പേര് കേട്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു. ഞാൻ പുറത്തേക്ക് വരികയില്ല.
എൻ്റെ മക്കളായ ആദമിനെയും ഹൗവായെയും കുടുക്കിലാക്കിയതുപോലെ അവൻ എന്നെയും കുടുക്കിലാക്കിയേക്കാം എന്നെൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ എൻ്റെ മക്കളുടെ അടുക്കൽ പോകുമ്പോൾ സാത്താൻ വഴിയിൽ എന്നെ നേരിടും. അവൻ അവരോട് ചെയ്തതുപോലെ എന്നോടും യുദ്ധം ചെയ്യും. അപ്പോൾ ദൈവം എന്നോട്, ഭയപ്പെടേണ്ട, അവനെ കണ്ടെത്തുമ്പോൾ നിന്റെ കയ്യിലുള്ള വടി കൊണ്ട് അവനെ അടിക്ക. അവനെ ഭയപ്പെടേണ്ട, നീ പണ്ടേയുള്ളവനല്ല, അവൻ നിന്നെ ജയിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, എനിക്ക് വയസ്സായി, എനിക്ക് പോകുവാൻ കഴിയുകയില്ല. അവരെ കൊണ്ടുവരാൻ നിന്റെ ദൂതന്മാരെ അയക്കണമേ. എന്നാൽ ദൈവം എന്നോട് പറഞ്ഞു, ദൂതന്മാർ അവരെ പോലെയേ അല്ല. ആദാമും ഹൗവയും അവരോടൊപ്പം വരാൻ സമ്മതിക്കുകയുമില്ല. ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, കാരണം അവർ നിന്റെ സന്തതികളും നിന്നെ പോലെയുമാണ്. നീ പറയുന്നത് അവർ കേൾക്കും. ദൈവം വീണ്ടും എന്നോട് പറഞ്ഞു, നിനക്ക് നടക്കാൻ ശക്തിയില്ലെങ്കിൽ നിന്നെ വഹിക്കുവാൻ ഒരു മേഘത്തെ ഞാൻ അയച്ച് അവരുടെ ഗുഹയുടെ കവാടത്തിൽ നിന്നെ ഇറക്കും. നിന്നെ അവിടെ നിർത്തിയതിന് ശേഷം മേഘം മടങ്ങി വരും. അവർ നിന്നോടൊപ്പം വന്നാൽ നിന്നെയും അവരെയും വഹിക്കുവാൻ ഞാനൊരു മേഘത്തെ അയക്കും. പിന്നെ അവൻ ഒരു മേഘത്തിനോട് കൽപ്പിച്ചു, അതെന്നെ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നതിന് ശേഷം മടങ്ങിപ്പോയി. ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളായ ആദമേ, ഹൗവായേ, എൻ്റെ നരച്ച മുടി, എൻ്റെ ദുർബലാവസ്ഥ, ആ വിദൂര ദേശത്തു നിന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കാണൂ. വരൂ വരൂ, നിങ്ങൾ എന്നോടൊപ്പം ഒരു വിശ്രമസ്ഥലത്തേക്ക്. പിന്നെ അവൻ ആദമിൻ്റെയും ഹൗവായുടെയും മുമ്പാകെ കരയാനും വിലപിക്കുവാനും തുടങ്ങി. അവൻ്റെ കണ്ണുനീർ വെള്ളം പോലെ ഭൂമിയിൽ ഒഴുകി. ആദമും ഹൗവായും കണ്ണുകൾ ഉയർത്തി അവൻ്റെ താടി കാണുകയും അവൻ്റെ മധുരമായ സംസാരം കേൾക്കുകയും ചെയ്തപ്പോൾ അവരുടെ ഹൃദയങ്ങൾ മൃദുവായി. അവൻ സത്യവാനാണെന്ന് അവർ വിശ്വസിച്ചതിനാൽ അവർ അവനെ ശ്രദ്ധിച്ചു കേട്ടു. അധ്യായം 61 മുതൽ അടുത്ത വീഡിയോയിൽ.